നമസ്കാരം. കിച്ച് ആൻഡ് ആദി ഡെയിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ആരോഗ്യമുള്ളതും കരുത്തുറ്റതുമായ മുടി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മുടി കൊഴിച്ചിൽ അമിതമായി കാണപ്പെടുന്നു. മുടി കൊഴിച്ചിലിനെ അലോപേഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ചില അലോപേഷ്യകൾ നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ചിലതിന് ഡോക്ടേഴ്സിൻ്റെ സഹായം തേടേണ്ടതുമാണ്. അതിലൊരു അലോപേഷ്യയാണ് അലോപേഷ്യ ഏരിയേറ്റ. എന്ന് വെച്ചാൽ തലയിലെ ഒരു ഭാഗത്തെ മുടി മാത്രം പാച്ച് പോലെ ഇളകിപ്പോവുകയും നമുക്ക് അത് സാധാരണ ഹെയർ ഫോൾ ആയിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അലോപേഷ്യ ഏരിയേറ്റ. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഹെയർ ഫോളിക്കിൾസിനെ ഒരു ശത്രുവായി കണ്ട് അതിനെ നശിപ്പിച്ച് അങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാകുന്നതിനാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയപ്പെടുന്നത്. അതിന് ഡോക്ടേഴ്സിൻ്റെ സഹായം കൊണ്ട് മാത്രമേ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ വേറൊരു അലോപേഷ്യയാണ് ട്രാക്ഷൻ അലോപേഷ്യ. അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ മുടി നമ്മൾ അമിതമായിട്ട് വലിച്ചു കെട്ടുമ്പോഴത്തേനും എയർ ഫോളിക്കിൾസിന് പുള്ളിങ് എഫക്റ്റ് അഥവാ ട്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവുകയും മുടി അവിടെ നിന്ന് ഇളകി പോവുകയും ചെയ്യുന്നു. അതാണ് ട്രാക്ഷൻ അലോപേഷ്യ. നമ്മുടെ മുടി അധികം പുള്ളിങ് ഇല്ലാതെ കെട്ടുക വഴി, എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ കെട്ടുക വഴി അത് കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഹെയർ ഫോൾസ് അധികമായിട്ട് കാണപ്പെടുന്നു. അത് നമ്മൾ മെഡിസിൻ എടുക്കുകയും നമ്മുടെ രോഗങ്ങളെ കൺട്രോൾ ചെയ്യുകയും വഴി ഹെയർ ഫോൾ കുറയുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, ലാക്ടേഷൻ, പാല് കൊടുക്കുന്ന അമ്മമാർ, അവർക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് വഴി മുടി കൊഴിച്ചിലുണ്ടാകുകയും എന്നാൽ ആ ഫേസ് കഴിയുമ്പോൾ മുടി തനിയെ വളരുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അനാരോഗ്യകരമായ ജീവിതശൈലി എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കാതിരിക്കുക, സന്തുലിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നിവ വഴിയും ഹെയർ ലോസ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനൊരു ഹെയർ കെയർ റെമഡി ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങളാണ് അലോവേരയും ഒരു ഉള്ളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡാണ് സൾഫീനിക് ആസിഡ്. അതായത് സൾഫർ കണ്ടന്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഉള്ളി. മുടിയും സൾഫറും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ ഞാൻ പറയാം. മുടി ഉണ്ടാക്കിയിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ ഡൈസൾഫൈഡ് ബോണ്ടുകൾ എത്രത്തോളം മുടിയിലുണ്ടോ അത്രത്തോളം മുടി കരുത്തുള്ളവയും കറുത്തതും കരുത്താർജിച്ചതും ആകുന്നു. അപ്പോൾ ഈ ഉള്ളിലുള്ള സൾഫർ കണ്ടന്റ് ഈ ഡൈസൾഫൈഡ് ബോണ്ടുകളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമാണ് വെയിൽ കൊള്ളിക്കുക എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി മുടിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി കിട്ടുന്നത് വെയിൽ കൊള്ളിക്കുക വഴി മാത്രമാണ്. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുകയും ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുള്ള ഭക്ഷണം കഴിക്കുകയും വഴി നമുക്ക് ഹെയർ ഫോൾ നന്നായിട്ട് കുറയ്ക്കാം. അതേപോലെ തന്നെ 8 മണിക്കൂറെങ്കിലും ദിവസം നന്നായിട്ട് ഉറങ്ങണം. അതുവഴി ഹോർമോണൽ റെഗുലേഷൻസ് ഉണ്ടാവുകയും നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുവാനും സഹായിക്കുന്നു. അപ്പോൾ ഡൈസൾഫൈഡ് ബോണ്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മുടിയിലുള്ള ബോണ്ടുകളാണ് ഡൈസൾഫൈഡ് ബോണ്ടുകൾ. ഒരിക്കലും നമ്മളൊരു മുടി കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കരുത്. എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിൽ പോയി സ്ട്രൈറ്റനിങ്, കേളിങ്, മുടി കേള് ചെയ്യുന്നത്. കാരണം ഇവർ ഈ കെമിക്കലും ഹീറ്റിങ്ങും ചെയ്ത് ഡൈസൾഫൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ മുടി അവിടെ വെച്ച് പൊട്ടിപ്പോവുകയും ഹെയർ ഫോളിക്കിൾസ് നശിക്കുകയും മുടി അമിതമായിട്ട് പൊഴിയുകയും ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പാ മസാജ് ഒക്കെ ചെയ്യാം എന്നല്ലാതെ മുടി കെമിക്കൽ ട്രീറ്റ്മെന്റ് ഹീറ്റും ഒത്തിരി അപ്ലൈ ചെയ്യുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് ബ്രേക്ക് ആവാൻ വേണ്ടി കാരണമാകും. അപ്പോൾ ഇതിൽ അലോവേരയും ഉള്ളിയും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. കാരണം അലോവേരയിൽ വൈറ്റമിൻ ഇ ധാരാളമുണ്ട്. ആ വൈറ്റമിൻ ഇ നമുക്ക് കിട്ടണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കണം. കാരണം വൈറ്റമിൻ ഇ ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിനാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് ഈ ജ്യൂസ് തലമുടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കഴുകിക്കളയാം. അതേപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ, കഫക്കെട്ട്, തുമ്മൽ, ജലദോഷം എന്നിവയുള്ളവർ ഇത് ഒഴിവാക്കണം. കാരണം ഈ ഉള്ളി ഒരു തണുത്ത വസ്തുവാണ്.
അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വഴി കഫക്കെട്ട് ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇതെല്ലാം ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാമെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാം. ബേബി ഹെയർസ് ഒക്കെ വരും, ഹെയർ ഫോള് കുറയും. കാരണം ഇത് ധാരാളം സൾഫർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് മുടിയെ ഇത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ അലോവേര നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കുകളൊക്കെ നീക്കി ഒരു കണ്ടീഷണറായിട്ടും ഒരു മോയ്സ്ചറൈസർ എഫക്റ്റും കൊടുക്കും. ഇത് വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.